ഓസ്ട്രേലിയയിലെ പച്ചക്കറി മാർക്കറ്റ് കാണിച്ചു തരട്ടെ. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെയുണ്ടെന്ന്. എന്തൊക്കെയാണ് പേരൊന്നും അറിയില്ല, ചുമ്മാ കാണും. പിന്നെ അതിന് മെനക്കെടാനായിട്ട് വയ്യാത്തതുകൊണ്ട് ഞാൻ പച്ചക്കറി മേടിക്കാറില്ല. കാണിച്ചു തരാം. ഞാൻ സാധാരണ പോകുമ്പോൾ ഉള്ള സാധനങ്ങളെല്ലാം ഒന്നും ഇന്ന് കണ്ടുമില്ല. അതുമല്ല, എനിക്ക് അങ്ങനെ അങ്ങ് വീഡിയോ എടുക്കാൻ ഒരു പേടിയാട്ടോ. കാരണം ഇത് ബംഗ്ലാദേശികളുടെ മാത്രം ഒരു ഏരിയ ആണേ. ബംഗ്ലാദേശികളും പാകിസ്ഥാനികളുമാണ് ഇവിടെ മുഴുവനും. ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ബംഗ്ലാദേശ് പ്രൊഡക്ട്സുമാണ്. അപ്പോൾ എനിക്ക് ഇവർ തന്നെ ആയതുകൊണ്ട് മലയാളീസിനൊന്നും കണ്ണി കാണാൻ പോലും ഇല്ല കേട്ടോ. ഞാൻ ഈ പ്രദേശത്ത് വന്നിട്ട് ഒരാളെ കണ്ടിട്ടില്ല, വേറെ കാര്യം. അതുകൊണ്ട് എനിക്ക് എത്രയ്ക്കൊരു ടെൻഷനാണ് വീഡിയോ എടുക്കുമ്പോൾ, ആരെങ്കിലും വല്ലതും പറഞ്ഞാലോ എന്ന്. പിന്നെ നമ്മുടെ നാട്ടിൽ കാണാറുള്ള പച്ചക്കറികൾ കണ്ടില്ലേ, മറ്റേ തോരൻ വയ്ക്കുന്ന ചേമ്പിൻ്റെ തണ്ടാന്ന് തോന്നുന്നു, അത് തന്നെയാണ്. പിന്നെ സാധാരണ ഞാൻ പോകുമ്പോൾ ഒരുപാട് സാധനം കാണാറുണ്ട്, ഇന്ന് അത്രയും കണ്ടിട്ടില്ല. ഇത് ഞാൻ വീഡിയോ എടുത്തപ്പം ക്ലിയർ ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ അത് കാണുന്നില്ല. കസ്റ്റാർഡ് ആപ്പിൾ എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്, എന്തുവാന്ന് ആർക്കറിയാം. ഈ നീലസാധനം നീലക്കച്ചിക്കാണെന്ന് തോന്നുന്നത്, ഉറപ്പില്ല. അത് വേറെ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, തപ്പിയിട്ട് ഇടാം. അതുപോലെ പിന്നെ പച്ചമഞ്ഞളില്ലേ നമ്മുടെ നാട്ടിൽ, പച്ചമഞ്ഞൾ പാക്കറ്റ് വെച്ചേക്കുന്ന കണ്ടു. അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ തപ്പിയാൽ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാട്ടോ ഞാൻ പച്ചക്കറി കട കയറിട്ട് മേടിച്ചത്. ഈ ഒരു പീസ് ഇഞ്ചിയെ മേടിച്ചിട്ടുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഞാൻ പച്ചക്കറി കടയിൽ കയറാറുള്ളത് മെയിനായിട്ട് ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മേടിക്കാനാണ്. കാരണം വല്ല ഇറച്ചിയോ മീനോ എല്ലാം കറി വെക്കാനായിട്ട്. ഈ പച്ചക്കറിയൊക്കെ ആരരിഞ്ഞ് ഈ സമയമില്ലാത്ത സമയത്ത് ഫോണിൽ കുത്താൻ പോവോ കുറച്ച് സമയം കിട്ടുമ്പം, അതോ വീഡിയോ എടുക്കാൻ പോവോ, അതോ ഈ പച്ചക്കറി ഇരുന്ന് അരിയാൻ പോവോ. അപ്പം ഞാൻ ഇഞ്ചി മേടിച്ചു. ഇഞ്ചി മാത്രമല്ല മേടിച്ചത്, ഒരു പുതിയ പാത്രം മേടിച്ചായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം കേരളത്തിലാണ്. കേരളം ഫുള്ളായിട്ട് ഇപ്പം കിളി കുത്തി, അതുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിനും കിളിപ്പോളിനെ വിളിക്കുന്നത്. എനിക്കിപ്പോൾ ഈ ഓസ്ട്രേലിയക്ക് കിളിപ്പോളിനെ കൊണ്ടുവരാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാനായിട്ട് തന്നെ അങ്ങ് ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ബീഫ് റോസ്റ്റിന് വേണ്ടിയുള്ള പാത്രം നോക്കി മേടിക്കാത്തതിൻ്റെ കുഴപ്പം നോക്കണേ. വലിപ്പം നോക്കി ഞാൻ ഒരെണ്ണം മേടിച്ച്, എനിക്കിങ്ങനത്തെ പാത്രം ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. ഇതിൻ്റെ പിടി കണ്ടോ, ഇതിൻ്റെ പിടിയും ചൂടാവും. ഇതിൻ്റെ തന്നെ പോർഷനാകണ്ടോ, വേറെ അല്ല. അതുകൊണ്ട് പാത്രം ചൂടാൻ തന്നെപ്പം പിടിയും ചൂടാവും. എന്ത് ചെയ്യാൻ. മണപ്പിച്ച് മണം പിടിക്കുക. നല്ല ബീഫ് റോസ്റ്റിന് മണം വരുന്നുണ്ടോ? തേങ്ങാക്കൊത്തിന് കുറവുണ്ട്, പക്ഷേ നോക്കി, നല്ല ബീഫ് റോസ്റ്റിന് മണം വരുന്നുണ്ടോ നോക്കി. ഇല്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഗ്രേവി മാത്രമേ റെഡി ആയിട്ടുള്ളൂ. നമ്മളിനി ഇതിലേക്ക് ബീഫ് ഇടണം, എന്നാലേ ബീഫിൻ്റെ സ്മെല്ല് വരും. കുരുമുളകൊക്കെ ഇട്ട് വരട്ടി ഇങ്ങെടുത്ത ബീഫ് റോസ്റ്റ്. വെള്ളം വരുന്നില്ലേ?
ഇനി നിങ്ങൾ പറയും ഇതൊക്കെ കാണുമ്പോൾ ആ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി മേടിക്കാൻ തോന്നുമോ അതോ ഇതുപോലെ ഉണ്ടാക്കാൻ തോന്നുമോ? പറയും. അതാണ് നമ്മൾ പച്ചക്കറി എല്ലാം മേടിക്കേണ്ടത്.